സംസ്ഥാനത്തുടനീളം വേനൽ മഴ കനത്തതോടെ വൈദ്യുതി ഉപയോഗവും കുറഞ്ഞു. ഇതോടെ ഇരട്ടി നേട്ടത്തിലാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. വൈദ്യുതി ഉപയോഗം കുറഞ്ഞതോടെ ഉൽപാദനവും കുറഞ്ഞു. ഇടുക്കി ഡാമിലേക്കും ഡൈവേഷൻ ഡാമുകളിലേക്കും നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത വേനൽ മഴയോടുകൂടി ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ഈ മാസത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗം ശരാശരി 10.82 കോടി യൂണിറ്റ് ആയിരുന്നത് 3 ദിവസത്തെ വേനൽ മഴ കാരണം 9.88 കോടി യൂണിറ്റായി കുറയുകയും ചെയ്തു. ഇതോടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 43 ലക്ഷം യൂണിറ്റിന്റെയും പുറത്തുനിന്ന് എത്തിക്കുന്ന വൈദ്യുതിയിൽ 50.9 ലക്ഷം യൂണിറ്റിന്റെയും കുറവാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വൈദ്യുതി വകുപ്പ് അധികൃതർ അറിയിച്ചു. വേനൽ മഴ തുടർച്ചയായി ലഭിക്കുന്നതോടെ സംസ്ഥാനത്തെ KSEB അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. ഈ മാസം സംസ്ഥാനത്തെ KSEB അണക്കെട്ടുകളിലേക്ക് 237.24 ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ ആവശ്യമായ വെള്ളം ഒഴുകിയെത്തിയിട്ടുണ്ട്. അടുത്ത 4 ദിവസം കൂടി സംസ്ഥാനത്ത് മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗത്തിൽ ഇനിയും കുറവുണ്ടാകുകയും അണക്കെട്ടുകളിലെ വെള്ളത്തിന്റെ അളവ് കൂടുകയും ചെയ്യും. മെയ് 10 മുതൽ 14 വരെ എല്ലാ ദിവസവും എല്ലാ ജില്ലകളിലും മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇടുക്കി ഡാമിന്റെ കല്ലാർ ഒഴികെയുള്ള എല്ലാ ഡൈവേഷൻ ഡാമുകളിലേക്കും നീരൊഴുക്ക് ശക്തമായിട്ടുണ്ട്. ഇതേസമയം ജില്ലയിലെ മറ്റ് KSEB അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയരുകയാണ്. ഇത് വലിയ പ്രതീക്ഷയാണ് KSEBക്ക് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.